ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. എൻ്റെ താലി പാർട്ട് 5. വിവാഹമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ശേഷം ആദ്യരാത്രിയുടെ ചടങ്ങാണ് നടക്കുന്നത്. ആദ്യരാത്രി പാലുമായിട്ട് മെല്ലെ അവൾ റൂമിലേക്ക് വന്നു. പക്ഷേ അവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. റൂമിലെത്തിയപ്പോൾ സുധി അവളോട് പറയുകയാണ്, എടി പുല്ലേ, എന്നെ കെട്ടാനുള്ള എന്ത് യോഗ്യതയടി നിനക്കുള്ളേ? നീ വെറും ഒരു സെയിൽസ് ഗേൾ. ഞാനോ? എൻ്റെ സ്റ്റാറ്റസ് നിനക്ക് ഊഹിക്കാൻ കൂടി പറ്റില്ലടി. നീ അത്ര ശീലാവതിയൊന്നുമല്ലെന്ന് എനിക്കറിയാം. പിന്നെ രേഖയുടെ നിർബന്ധപ്രകാരം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മാത്രമല്ല, നിൻ്റെ ഈ കൊഴുത്തുരുണ്ട ശരീരം എന്നെ വല്ലാതെ മോഹിപ്പിച്ചു. നീ ശരിക്കും ഒരു ചരക്കാടി. അവളുടെ ശരീരത്തെക്കുറിച്ച് മോശമായ രീതിയിൽ അവളോട് സെക്സ് ചുവയോടെ അവൻ സംസാരിച്ചു. സുധി കുറച്ചധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം അവൻ അവളുടെ മുടിയിഴ തഴുകി. നല്ല ചന്ദനത്തിൻ്റെ സുഗന്ധമാണല്ലോടി നിനക്ക്. അതും പറഞ്ഞവൻ അവളെ അവനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവൾ അവനെ തട്ടിമാറ്റി. നിലത്ത് വീണയവൻ മെല്ലെ എഴുന്നേറ്റ് വന്നു. അവളെ വേണമെന്നുള്ള ഒരു തരം ആർത്തിയോടുകൂടി അവൻ ബലമായി രേണുവിനെ പിടിച്ചു വലിച്ചു. അവൻ അവളെ ബലമായി പിടിച്ചു വലിച്ച നിമിഷം രേണുവിൻ്റെ കൈകളിൽ നിന്ന് പാലിൻ്റെ ഗ്ലാസ് നിലത്തേക്ക് വീണു പൊട്ടി. ആ ചിന്നിച്ചിറിയ ഗ്ലാസ് കഷ്ണം പോലെ അവളുടെ ജീവിതവും. സുധിയുടെ കണ്ണുകളിൽ അവൾ കണ്ടത് ഒരു ഭർത്താവിനെ ആയിരുന്നില്ല, മറിച്ച് ഒരു അജ്ഞാതനെ. മദ്യത്തിൻ്റെ ഗന്ധം, അധികാരത്തിൻ്റെ അഹങ്കാരം, സ്ത്രീയെ ശരീരസുഖത്തിന് മാത്രമായി കാണുന്ന ക്രൂരത. അവൾ മുഴുവൻ ശക്തിയുമെടുത്ത് അവനെ തള്ളി. നിങ്ങൾക്ക് എന്നെ തൊടാനുള്ള അവകാശമില്ല. ആ വാക്കുകൾ അവനെ ഒരു നിമിഷം നിശ്ചലനാക്കി. ആ രാത്രി ഒരു ആദ്യരാത്രിയല്ലായിരുന്നു. അത് രേണുവിൻ്റെ ജീവിതം രണ്ടായി പിളർന്ന നിമിഷമായിരുന്നു. ആ രാത്രി അവിടെ അവസാനിച്ചു. ആ രാത്രിയുടെ ശേഷം രേണുവിൻ്റെ ഉള്ളിൽ ഒന്നും സാധാരണമായിരുന്നില്ല. പുലരിയുടെ വെട്ടം ജനലിലൂടെ വീണപ്പോൾ അവൾ രാത്രി ഉറങ്ങാതിരുന്ന കണ്ണുകളോടെ എഴുന്നേറ്റു. കഴുത്തിലെ താലി തൊട്ടപ്പോൾ ഒരു ചോദ്യം മാത്രം, ഇത് ബന്ധമോ അതോ ബന്ധനമോ? സുധി ഇതിനകം എഴുന്നേറ്റ് പോയിരുന്നു. തലേന്നവൻ അവളോട് പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയം തകർത്തു. ആ ദിവസം മുഴുവൻ സുധി അവളെ നോക്കിയില്ല. അവളുടെ മുഖത്ത് അവൻ്റെ കണ്ണുകൾ പതിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് മാപ്പോ പശ്ചാത്താപമോ ഒന്നുമില്ലായിരുന്നു. അവളൊരു സെയിൽസ് ഗേൾ മാത്രമാണ് എന്നൊരു തോന്നലായിരുന്നു അവന്. അവൾ ആരുടെയും കരുണയ്ക്ക് വേണ്ടി ജീവിക്കുന്നവളല്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുള്ളവൾ. സ്നേഹം കിട്ടാത്ത വീട്ടിൽ ഭയത്തോടെ ജീവിക്കുന്നത് നല്ലത്. സ്വന്തമായി തീരുമാനമെടുക്കുക എന്നതെന്ന് അവൾക്ക് തോന്നി. എന്നിരുന്നാലും വാക്കുകൾ കൊണ്ട് അവൻ അവളെ ചെറുതാക്കിക്കൊണ്ടിരുന്നു. അവളുടെ ജോലി, അവളുടെ കുടുംബം, അവളുടെ സ്വപ്നങ്ങൾ എല്ലാം അവന് പരിഹാസമായി. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രേണുവിന് കഠിനമായി പനി പിടിച്ചു. അവൾ ദിവസം മുഴുവൻ കിടപ്പിലായി. എന്നാൽ വീട്ടിലാരും അവളെ ശ്രദ്ധിച്ചില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ സുധി അവളങ്ങനെ കിടക്കുന്നത് കണ്ട് അവന് സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ ക്ഷീണത്തോടെ അടഞ്ഞിരുന്നു. അവൾക്ക് വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ദയ തോന്നി. അവൾ വെറുമൊരു സെയിൽസ് ഗേളല്ല, താൻ താലി കെട്ടിയ തൻ്റെ പെണ്ണ്. ആദ്യമായി മെല്ലെ സ്നേഹത്തോടെ അവൻ അവളുടെ നെറ്റിയിൽ കൈവച്ചു. തീ പൊള്ളുന്ന പോലെ ചൂട്. ആ രാത്രി അവൻ അവളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തു. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അവൾക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. രേണു അത്ഭുതത്തോടെ അവനെ നോക്കി. എന്തിന് എന്ന അർത്ഥത്തിൽ. അവളുടെ വാക്കുകൾ ക്ഷീണിതമായിരുന്നു. സുധിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ആദ്യമായി അവളോട് ക്ഷമ ചോദിക്കാൻ തീരുമാനിച്ചു. മാപ്പു തരണം എന്നവൻ പറഞ്ഞു. ഒരൊറ്റ നിമിഷത്തിൽ സ്നേഹം പിറക്കുമോ? അവൾക്ക് അതിശയം തോന്നി. ആ ക്രൂരതയുടെ ഇടയിൽ മുളച്ചു തുടങ്ങിയത് യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആദ്യ വിത്തായിരുന്നു എന്നവൾ വിശ്വസിച്ചു, പ്രതീക്ഷിച്ചു. രേണുവിൻ്റെ നെറ്റിയിൽ തടയോടിക്കൊണ്ട്, രേണു, നിനക്കിപ്പോൾ ക്ഷീണം കുറവുണ്ടോ? ഉണ്ടെന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. മെഡിസിൻ കൊടുക്കാനായി വെള്ളമെടുക്കാൻ അവൻ അടുക്കളയിലേക്ക് പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവൾ ടോയ്ലറ്റിൽ പോകാനായി എഴുന്നേറ്റതും തലചുറ്റി വീണു. ശബ്ദം കേട്ട് സുധി ഓടി വന്നു അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴും അവൻ്റെ നോട്ടം അവളുടെ ശരീരത്തിൽ ആയിരുന്നു. രേണുവിന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആകേണ്ടത് ഉണ്ടായിരുന്നു. അവൾ അതിനായി സുധിയുടെ സഹായം തേടുന്നു. തുടർന്ന് വായിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.